പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ആരാധനയിൽ വന്ന് പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും. സഭയുടെ പഞ്ചാംഗമനുസരിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കുന്നതിന് നൽകിയിട്ടുള്ള വിഷയം മാരിയേജ് ലാസ്റ്റിംഗ് ലൈഫ് ഓഫ് ലവ് എന്നുള്ളതാണ്. വിവാഹം നിലനിൽക്കുന്ന സ്നേഹജീവിതം. കുടുംബജീവിതം ദൈവം മനുഷ്യന് നൽകിയ അമൂല്യ ദാനമാണ്. ഏകാന്തതയുടെ തുരുത്തിൽ നിന്ന് കൂട്ടായ്മയുടെ ശീതള ഛായയിലേക്ക് നയിക്കുന്ന പുണ്യഭൂമിയാണ് കുടുംബം. എല്ലാ മനുഷ്യബന്ധങ്ങളും ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ ജീവിതത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും കുടുംബത്തിൽ നിന്നാണ്. കുടുംബകലഹത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഗ്രീക്ക് മിത്തോളജിയിൽ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ഭൂമിയിൽ ഇന്നത്തെ പോലെയുള്ള സ്ത്രീ പുരുഷന്മാർ ഉണ്ടാകുന്നതിന് മുമ്പ് 2 തലയും 4 കൈകളും 4 കാലുകളും 2 ഉടലുള്ളതും സ്ത്രീ പുരുഷ ഗുണങ്ങൾ ഒത്തുചേർന്നതുമായ വിചിത്ര ദ്വിലിംഗ ജീവികൾ ഉണ്ടായിരുന്നു. ഇവ സമ്പൂർണ്ണ സംതൃപ്തിയിലും സന്തോഷത്തിലും ജീവിച്ചു. ഇത് കണ്ട ദേവന്മാർക്ക് അസൂയയായി. പ്രധാന ദേവനായ സേയൂസ് ഇടിമിന്നലയച്ച് ഇവയെ 2ആയി വിഭജിച്ചു. അങ്ങനെ ഇന്നത്തെ രീതിയിലുള്ള സ്ത്രീ പുരുഷന്മാരുണ്ടായി. ഭാഗ്യഹീനനും അതൃപ്തനുമായ മനുഷ്യൻ നഷ്ടപ്പെട്ട നല്ല ഭാഗത്തെ ബെറ്റർ ഹാഫ് അന്വേഷിക്കുന്നു. ഇതാണ് സ്ത്രീ പുരുഷ സ്നേഹത്തിൻ്റെ രഹസ്യം. സ്ത്രീയെ കൂടാതെ പുരുഷനും പുരുഷനെ കൂടാതെ സ്ത്രീയും അപൂർണരാണ്. ഇവരുടെ യോജിപ്പാണ് ഏകാന്തതയ്ക്കുള്ള പരിഹാരം. എന്നാൽ ഇന്ന് മറ്റു പലതിനും മുൻഗണന നൽകുന്നതുകൊണ്ട് വിവാഹബന്ധത്തിൽ ചേരേണ്ട പകുതിയല്ല പലപ്പോഴും ചേർക്കപ്പെടുന്നത്. നല്ല പകുതിയുമായി ചേർക്കപ്പെടാത്തതാണ് അപസ്വരങ്ങളുടെയും അസ്വസ്ഥതകളുടെയും കാരണം. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് ടെന്നിസൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിവാഹം ഭൂമിയിൽ തകരുന്നു എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശമാണ്. ആധുനികതയുടെ പ്രതിഭാസമാണ് കുടുംബത്തകർച്ച എന്ന് പറയേണ്ടതില്ലല്ലോ. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്ന ഡേവിഡ് റോബർട്ട് മെയ്റ്റ്സ് അദ്ദേഹം പറയുന്നത് 90% ആളുകൾ വിവാഹിതരാകുന്നു. 20% ഒരുമിച്ച് ജീവിക്കുന്നു എങ്കിലും സന്തുഷ്ടരല്ല. 35% പൂർണ്ണമായും കുടുംബജീവിതത്തിൽ സന്തുഷ്ടി അനുഭവിക്കാത്തവരാണ്. എന്നാൽ 50%-ൽ താഴെ ആളുകൾ മാത്രമേ കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും അസന്തുഷ്ടരായ മനുഷ്യർ
ഭവനത്തിൽ സന്തോഷമില്ലാത്തവരാണ്. ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാറുണ്ട്. ഹൈസ്കൂളിൽ സുവോളജിയും ബോട്ടണിയും ഒക്കെ പഠിപ്പിച്ച ഒരു PK ഫിലിപ്സാണ്. സാറിനെ കണ്ടാൽ എപ്പോഴും നല്ല പ്ലസൻ്റാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ അദ്ദേഹം ആകെ മ്ലാനവദനായിട്ട് വരിക പതിവാണ്. അപ്പം ഞങ്ങൾ കുട്ടികളിരുന്ന് പറയും, ഇന്ന് വീട്ടിൽ സാറ് ഭാര്യയുമായി വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നത് എന്ന് പറയാം. അത് ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ സാറുമായി സംസാരിച്ചപ്പോൾ അത് ശരിയാണെന്ന് സാറ് സമ്മതിക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകണം, ആനന്ദകരമാകണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയും അതാണ്. എന്നാൽ എന്തുകൊണ്ടോ കുടുംബജീവിതത്തിൽ പലപ്പോഴും അസ്വസ്ഥതകൾ ഉളവാകും. അത് കുടുംബ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് കുടുംബത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകണമെന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുമായി സംവദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മാരേജ് ഈസ് ഓർഡൈൻഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗോഡ്. ദൈവമാണ് കുടുംബജീവിതത്തെ സൃഷ്ടിച്ചത്. കുടുംബജീവിതത്തെ നയിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. ഈ ഒരു ചിന്ത എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ രൂഢമൂലമാകണം. ദൈവമാണ് കുടുംബത്തിൻ്റെ സ്ഥാപകൻ. അത് നിമിത്തം സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു എന്ന് പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതിക്കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് ദ മാൻ ഷുഡ് ബി എലോൺ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ ജീവിത പങ്കാളി ദൈവം നൽകുന്ന സമ്മാനമാണ്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് പരിശുദ്ധമായ, പവിത്രമായ, പരിപാവനമായ ഒരു യൂണിയനാണ്. ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട്, ഇറ്റ് ഈസ് എ കവനന്റ്. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് ചിലപ്പോൾ 1 മാസത്തേക്കോ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ആയിരിക്കും. എന്നാൽ കവനന്റ് എന്ന് പറയുന്നത് മരണം നമ്മെ വേർപിരിക്കുന്നത് വരെയുള്ള ഒരു ആജീവനാന്ത ഉടമ്പടിയാണ്. അത് പലപ്പോഴും നാം മറന്നുപോകും. നമ്മുടെ പൂർവികർ ഈ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ വന്നാൽ അവർ പറയും, നിങ്ങളത് സഹിക്കണം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ അവർ ഉപദേശിക്കാറുണ്ട്. എന്നിട്ട് അവർ പറയുന്നത്, മിന്നു കെട്ടിയില്ലേ, ഇനിയും മരണത്താലല്ലാതെ വേർപിരിക്കരുത്. അവരൊരിക്കലും ഡിവോഴ്സിന് സമ്മതം നൽകിയിരുന്നില്ല എന്ന് നാം ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ആധുനികതയുടെ കാലഘട്ടം വന്നപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായി എങ്കിൽ പെണ്ണിൻ്റെ അപ്പനും അമ്മയും പറയും, മോളെ ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ തനിയേ ഉള്ളൂ, നീ ഇങ്ങു പോര് എന്ന് പറയുന്ന ഒരു രീതി ഇന്ന് പരക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂട്ടിച്ചേർക്കുവാനല്ല പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, വേർപെടുത്തുവാനാണ് എന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും ശോഭിക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ 1-ാം പാഠമായി വായിച്ചു കേട്ടത് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യാക്കോബ് റാഹേലിനു വേണ്ടി 7 വർഷം ലാബാനെ സേവിച്ചു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. സ്നേഹത്തിൻ്റെ അധ്യായം എന്ന് പറയുന്ന 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ ശക്തി അവർണ്ണനീയമാണ്. നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുന്നതിനും നാം മടിക്കയില്ല. 7 വർഷം കഴിഞ്ഞു, അവരുടെ കല്യാണം നടന്നു. രാവിലെയാണ് മനസ്സിലായത്
റാഹേലല്ല, ലേയാണ് എന്ന്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം. എ ഡിസീവർ വിൽ ഓൾവേസ് ബി ഡിസീവ്ഡ്. ഒരു ചതിയൻ എക്കാലവും ചതിക്കപ്പെടും. യാക്കോബ് ആരായിരുന്നു എന്ന് നമുക്കറിയാം. ജ്യേഷ്ഠനെ പറ്റിച്ച്, അപ്പനെ കബളിപ്പിച്ച്, അനുഗ്രഹം തട്ടിയെടുത്ത് ഇപ്പോൾ ഹാരാനിലേക്ക് ഓടി വന്നിരിക്കുകയാണ്. ലാബാന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഈ ചതിയൻ ചതിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. വീണ്ടും അവൻ റാഹേലിനു വേണ്ടി 7 വർഷം കൂടെ ലാബാനെ സേവിക്കുകയാണ്. ലവ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് സെൽഫ് ഗിവിങ്. ലവ് ഈസ് എക്സ്പെൻസീവ്, ചിലവേറിയതാണ്, സ്വയം നൽകുന്നതാണ്. ലവ് ഫോർഗെറ്റ്സ് ഓൾ ഹാർഡ്ഷിപ്സ് ആൻഡ് ഈവൻ സെർവിറ്റ്യൂഡ്. ഒരു ദാസനായി, അടിമയായി ജോലി ചെയ്യേണ്ടി വന്നാലും, കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും, സ്നേഹിക്കുന്നു എങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ വിഷയമായി തോന്നുകയില്ല. നാം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് സ്റ്റീവ് ഇർവിൻ. അദ്ദേഹം ഒരു ക്രോക്കഡൈൽ ഹണ്ടറായിരുന്നു, മുതലപിടുത്തക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപത്തിയും കരുതലും അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കി. 2006 സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം മരിച്ചു, നിര്യാതനായി, അപകടത്തിൽപ്പെട്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ടെറി, അവരെ ചില പത്രക്കാര് ഇന്റർവ്യൂ ചെയ്തു. ആ സമയത്ത് ടെറി പറഞ്ഞത്, ഐ ഹാവ് ലോസ്റ്റ് മൈ പ്രിൻസ് എന്നാണ്. ഐ ഹാവ് ലോസ്റ്റ് മൈ പ്രിൻസ്, എൻ്റെ രാജകുമാരനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന്. ഭർത്താവ് രാജകുമാരനാകുക, ഭാര്യ രാജകുമാരിയാകുക സ്വപ്നത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് കുടുംബജീവിതം ധന്യമാകുന്നത് എന്നത് നാം ഒരിക്കലും മറക്കരുത്. ടെറി തൻ്റെ പ്രിയതമനെ ഒരു രാജകുമാരനായും അവളുടെ ജീവിതത്തിലെ നല്ല സഖിയായും കണ്ടു. 84 വയസ്സുള്ള വന്യ വയോധികനായിട്ടുള്ള ഒരു അപ്പച്ചൻ മരിച്ചു. ആ വീട് സന്ദർശിച്ച സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ആ അമ്മച്ചി അപ്പച്ചൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ആ മുഖത്ത് തടവിക്കൊണ്ട്, ഉമ്മ വെച്ചുകൊണ്ട് എന്നോട് പറയാണ്, കർത്താവെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്. കർത്താവെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്. പലപ്പോഴും ഇതിയാനൊന്ന് ചത്തുപോയിരുന്നെങ്കിൽ, ഇവളങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന അനേക ഭവനങ്ങളുണ്ട്. എന്നാൽ വാർദ്ധക്യത്തിൽ മരിച്ച ആ പിതാവിൻ്റെ അടുക്കലിരുന്നു കൊണ്ട്, ആ മൃതശരീരത്തിന് അടുത്തിരുന്നു കൊണ്ട് അമ്മച്ചി പറയുകയാണ്, കർത്താവെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്. സ്നേഹം അവർണ്ണനീയമാണ്, അവാച്യമാണ്. പ്രിയമുള്ളവരെ, സ്നേഹം വ്യവസ്ഥകളില്ലാത്ത ബന്ധമാണ്, അതിർവരമ്പുകളില്ലാത്ത, കണക്കുകൂട്ടലുകളില്ലാത്ത ഇടപെടലുകളാണ് സ്നേഹത്തിൻ്റെ അടിത്തറ എന്നത് നാം ഒരിക്കലും മറക്കരുത്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മാരേജ് ഈസ് ദ ടോട്ടൽ യൂണിയൻ ഓഫ് 2 പേഴ്സണാലിറ്റീസ്. 2 വ്യക്തിത്വങ്ങളുടെ സമ്പൂർണമായ സംയോജനമാണ് വിവാഹം. 2 വ്യക്തിത്വങ്ങളുടെ സമ്പൂർണമായ സംയോജനം. ഒരു ജൂവിഷ് ടേം വിവാഹത്തിന് പറയുന്ന വാക്ക് കിദ്ദുഷിൻ എന്നാണ്. കിദ്ദുഷിൻ, അതിൻ്റെ അർത്ഥം സയന്റിഫിക്കേഷൻ അല്ലെങ്കിൽ കോൺസിക്രേഷൻ എന്നാണ്. എ ലൈഫ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ്. ദൈവത്തിനായി സമർപ്പിക്കുന്നതിനെ ആണ് കിദ്ദുഷിൻ എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താവിന് സമർപ്പിക്കപ്പെട്ടവളായിരിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് സമർപ്പിക്കപ്പെട്ടവളായിരിക്കണം. ഭാര്യയും ഭർത്താവും കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരായി തീരണം. അപ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. ഇതാണ് ഐഡിയൽ മാര്യേജ്. ഐഡിയൽ ആയിട്ടുള്ള ഒരു വിവാഹമെന്ന് പറയുന്നത് അതാണ്. എന്നാൽ നാം സുവിശേഷ പാഠഭാഗത്തേക്ക് വരുമ്പോൾ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് പരീശന്മാര് ചോദിക്കുകയാണ്, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന്. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ അല്ലയോ? കർത്താവ് പറയുകയാണ്, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ
ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. എവറി വെഡിങ് ഈസ് എ വെൽഡിങ്. ദൈവം വിളക്കി ചേർക്കുന്നതാണ് ഓരോ വിവാഹവും. വിവാഹ ശുശ്രൂഷയിൽ പുരുഷനോടും സ്ത്രീയോടും മാറി മാറി പട്ടക്കാരനോ ബിഷപ്പോ ചോദിക്കുന്ന ചോദ്യമാണ്: നീ ഇവനെ സ്നേഹിച്ച് മാനിച്ച് സുഖത്തിലും ദുഃഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ശബ്ദമുയർത്തിയോ താഴ്ത്തിയോ ഞാൻ ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വിവാഹിതരും. നീ ഇവനെ സ്നേഹിച്ച്, അല്ലെങ്കിൽ നീ ഇവളെ സ്നേഹിച്ച് മാനിച്ച് സുഖത്തിലും ദുഃഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. ആ സമയത്ത് പരീശന്മാർ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മോശ ഉപേക്ഷണ പത്രം എഴുതിക്കൊടുത്ത് ഉപേക്ഷിക്കുവാനായിട്ട് അവകാശം നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ്. അങ്ങനെ ഉപേക്ഷണ പത്രം എഴുതിക്കൊടുത്ത് ഉപേക്ഷിക്കുവാൻ മോശ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ എന്ന്. ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്ന് കർത്താവ് അടിവരയിട്ട് പറയും. 2 വിവാഹമോചന കേസുകൾ ഏതാണ്ട് അടുത്തടുത്ത് നടന്ന സംഭവങ്ങൾ. ഞാൻ ഇരുന്ന ഒരു പള്ളിയിൽ ഞാൻ തന്നെ നടത്തിയ 2 വിവാഹങ്ങളാണ്. അതിൻ്റെ ഒന്നാമത്തേതിൻ്റെ കാരണം, ഒരു വീട്ടിലെ ആണും പെണ്ണുമായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു അച്ഛൻ്റെ മകനെയാണ് കല്യാണം കഴിച്ചത്. കല്യാണമൊക്കെ കഴിഞ്ഞു. 5-ാമത്തെ ദിവസം അവള് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് വന്നു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ചോദിച്ചു, നീ മടങ്ങിപ്പോകുന്നില്ലേ? നിന്റെ ഹസ്ബൻഡ് എന്തി? അവൻ ഇതുവരെ ഒന്നും വിളിച്ചില്ലല്ലോ, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ ചതിച്ചു എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ വിചാരിച്ചു ഇതൊരു വലിയ സംഭവമായിരിക്കും. എന്താണ് നിന്നെ ചതിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ BA പരീക്ഷ എഴുതിയപ്പോൾ 2nd ചാൻസിലാണ് പാസ്സായത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ ഒരു സംഗതി അവൻ എന്നോട് മറച്ചു വെച്ചു. അവൻ എന്നെ ചതിച്ചു. അവൻ 2nd ചാൻസിൽ പാസ്സായി എന്നുള്ളത് എന്നോട് പറഞ്ഞില്ല. ഇതായിരുന്നു ആ വിവാഹമോചനത്തിൻ്റെ കാരണം. 2-ാമത്തേത് അതും ഇതുപോലെ തന്നെ ഒറ്റ പെണ്ണാണ്. വീട്ടിലെ വളരെ ലാളിച്ചു വളർത്തിയ പെണ്ണാണ്. അവൾ വളരെ സോഷ്യലാണ്, എല്ലാവരോടും വളരെ കാര്യമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യും. കല്യാണമൊക്കെ കഴിഞ്ഞു. അത് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കല്യാണം വേർപെട്ടു. വീട്ടിൽ വന്നു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ പയ്യൻ സോഷ്യലല്ല, കൂടെ കൊണ്ടു നടക്കാൻ കൊള്ളത്തില്ല, സോഷ്യലല്ല, ആരോടും അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിക്കത്തില്ല. അപ്പോൾ അവളുടെ ഫാദർ പറഞ്ഞു, അവൻ കുറച്ചേ സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ കൂടുതൽ സംസാരിക്കുന്നുണ്ടല്ലോ. നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന ഒന്നും പ്രശ്നമല്ല. അപ്പോൾ സംസാരിച്ച പ്രശ്നം, സംസാരിച്ചില്ലേ പ്രശ്നം അല്ലേ? എന്താണ് വിവാഹമോചനത്തിൻ്റെ കാരണങ്ങളായി ഇന്നത്തെ തലമുറ പറയുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. മാര്യേജ് മീൻസ് കോൺസ്റ്റൻ്റ്ലി ലിവിങ് ടുഗദർ. ഒരു ദിവസമോ 2 ദിവസമോ ഒരുമിച്ച് താമസിക്കാനുള്ളതല്ല വിവാഹം. സ്ഥിരമായി മരണം വേർപിരിക്കുന്നത് വരെ ഒരുമിച്ച് താമസിക്കാനായിട്ടാണ് ദൈവം നിയോഗിച്ചത്. ഞാനൊന്ന് ചോദിക്കുക, ഇടയ്ക്ക് ഈ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, എൻ്റെയൊക്കെ കാലമായപ്പോഴത്തേനെ ലവ് മാര്യേജൊക്കെ ഒത്തിരിയായി. എന്നാൽ അതിനു മുമ്പുള്ള തലമുറ പെണ്ണിനെ കാണുന്നത്, ആദ്യമായിട്ടൊന്ന് കാണുന്നത് വിവാഹ പന്തലിൽ അല്ലെ പള്ളിയിൽ വരുമ്പോഴാണ്. അപ്പന്മാരൊക്കെ പോയി പെണ്ണിനെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പോരും, വിവാഹം കഴിക്കാൻ പറയും. ആ പള്ളിയിൽ ചെല്ലുമ്പോഴാണ് ഈ ചെറുക്കൻ ഈ പെണ്ണിനെ ഒന്ന് കാണുന്നത്. ചിലപ്പോൾ 13-15 വയസ്സുള്ള കാണത്തുള്ളൂ. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയെ അവരുടെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകും. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നത്. ആ വിവാഹങ്ങളെല്ലാം സക്സസ് ആയിരുന്നല്ലോ. ഇന്ന് നാഴികയ്ക്ക് 100 വട്ടം മൊബൈലിൽ കൂടെ ചാറ്റും നടത്തി, പിന്നെ വേണമെങ്കിൽ അടുത്ത് കണ്ട് സംഭാഷിച്ച്,
പിന്നെ വേണമെങ്കിൽ ഇൻ്റർവ്യൂവും ഒക്കെ നടത്തി ഇനി അങ്ങോട്ട് പോയാൽ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ 3 ദിവസം കഴിയുമ്പോൾ എന്താ ഈ സംഭവിക്കുന്നത്? ചിന്തിക്കണം. എന്താ സംഭവിക്കുക? എവിടാണ് അപകടം പറ്റിയത് എന്ന് നാം ചിന്തിക്കണം. അത്രയ്ക്കുള്ള പ്രാധാന്യമേ നാം വിവാഹത്തിന് കൊടുക്കുന്നുള്ളോ? ഇത് ദൈവം സ്ഥാപിച്ചതാണ്, ദൈവം നയിക്കുന്നതാണ്, ദൈവം തെരഞ്ഞെടുത്തതാണ്, ദൈവം എനിക്ക് സമ്മാനമായി തന്നതാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എന്ന് ചിന്തിക്കേണ്ടുന്ന സ്ഥാനത്ത് മാറ്റി ചിന്തിക്കുന്നത് അപകടമല്ലേ എന്ന് നാം ചിന്തിക്കണം. ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലും ഇണയും തുണയുമായിരിക്കേണ്ടവരാണ് ഭാര്യയും ഭർത്താവും. ഞാൻ പറയും, സെൽഫിഷ്നെസ് ഈസ് മർഡറർ ഓഫ് എനി പേഴ്സണൽ റിലേഷൻഷിപ്പ്. വ്യക്തിപരമായ ഏത് ബന്ധത്തെയും കൊല്ലുന്നത്, ഇല്ലാതാക്കുന്നത് സെൽഫിഷ്നെസ് ആണ്, സ്വാർത്ഥതയാണ്. ഭർത്താവിൻ്റെ സ്വാർത്ഥത, ഭാര്യയുടെ സ്വാർത്ഥത, ഇൻലോസിൻ്റെ സ്വാർത്ഥത പല വിവാഹങ്ങളെയും ഇല്ലാതാക്കുന്നത് സ്വാർത്ഥതയാണ്. ഇംഗ്ലീഷ് കവി നാടകരചയിതാവുമായ സോമർസെറ്റ് മോം, അദ്ദേഹം തൻ്റെ അമ്മയെക്കുറിച്ച് ഒരു അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് അത്ര സുന്ദരനല്ല. സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ അമ്മ സുന്ദരിയാണ്, ഭംഗിയായി സംസാരിക്കും, ധാരാളം കഴിവുകളുള്ള ഒരു വനിത. അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരിക്കൽ ഒരു ക്ലബിൽ, ഒരു മീറ്റിങ്ങിൽ ഒരു സ്നേഹിതൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കല്യാണം കഴിക്കാൻ? ഈ വൃത്തികെട്ട മനുഷ്യനെയാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? നിങ്ങൾ എത്ര സുന്ദരിയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരിക്കലും എൻ്റെ വികാരങ്ങളെ മുറിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഒരിക്കലും എൻ്റെ വികാരങ്ങളെ മുറിപ്പെടുത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്ന ദാനമാണ് നമ്മുടെ ജീവിത പങ്കാളികളെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവരിലെ നന്മ കണ്ടെത്താൻ കഴിയണം. പലപ്പോഴും തിന്മ കണ്ടെത്തുന്നതിലാണ് നമുക്ക് വ്യഗ്രത. നന്മ കണ്ടെത്താൻ, അപ്രീഷിയേറ്റ് ചെയ്യാൻ, ഒരുമിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ജീവിതത്തിൽ കഴിയുമ്പോഴാണ് കുടുംബജീവിതം ധന്യമാകുന്നത്. അവസാനമായി, മാരേജ് റിലേഷൻഷിപ്പ് ഷുഡ് ബി കെപ്റ്റ് ഇൻ പ്യൂരിറ്റി. വിവാഹബന്ധം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരിലും എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ഒരുമിച്ച് പോകാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചേ. ബാംഗ്ലൂർ ബസ്സിലോ മദ്രാസ് ബസ്സിലോ നമുക്ക് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? കണ്ണടച്ചേ യാത്ര ചെയ്യാൻ പറ്റും. കണ്ണടച്ചേ യാത്ര ചെയ്യാൻ പറ്റുന്നു. പലപ്പോഴും നാം ചിന്തിച്ചു പോകും, നമ്മുടെ യുവജനങ്ങൾ എങ്ങോട്ടാണ്. നമ്മൾ ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ. കുടുംബജീവിതത്തിൽ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് സാധിക്കണം. എബ്രായ ലേഖനത്തിൽ നാം ഇന്ന് ആപ്തവാക്യമായി വായിച്ചത് 13-ാം അധ്യായം 4-ാം വാക്യമാണ്. വിവാഹം മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. വിവാഹം ഒരു മാന്യതയുള്ള പദവിയാണ്. വിവാഹ ജീവിതം എന്ന് പറയും. അത് നിർമ്മലമായിരിക്കണം. ആദിമസഭയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ പ്രശംസിക്കപ്പെട്ടത് അവരുടെ ജീവിത വിശുദ്ധിയെ സംബന്ധിച്ചാണ്. തങ്ങളെ പീഡിപ്പിച്ചവർ പോലും അവരുടെ ജീവിത നിർമ്മലതയെ ചോദ്യം ചെയ്തില്ല. അവരത്ഭുതം കൂറിയിട്ടുണ്ട് ആദിമസഭയിലെ ക്രിസ്ത്യാനികളുടെ ജീവിത നിർമ്മലതയെ കണ്ടുകൊണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. കൊട്ടേഷനാണ്. ദൈവം പറയുകയാണ്, ഞാൻ വിശുദ്ധനാണ്, ദൈവം വിശുദ്ധനാണ്,
അതുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം വിശുദ്ധരായിരിക്കണം എന്നാണ്. ഒരു വേദഭാഗം കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത്, ഭാര്യ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഇന്ന് ഫെമിനിസ്റ്റുകൾ ഈ വാക്യം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹാലിളകും. ഇവിടെ പറയുന്നത് ഉള്ള കീഴടങ്ങൽ അടിയറവ് പറയുകയോ സറണ്ടർ ചെയ്യുകയോ ആ അർത്ഥത്തിലൊന്നുമല്ല. സ്നേഹത്തിലുള്ള ഒരു കീഴടങ്ങലാണ് ഇവിടെ പറയുന്നത്. വീണ്ടും പൗലോസ പറയുന്നത്, ക്രിസ്തു സഭയുടെ തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാണ്. ക്രിസ്തു സഭയുടെ തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. എന്നിട്ട് ഭർത്താക്കന്മാരോട് പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെയാ ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ജീവനെ നൽകി സഭയെ സ്നേഹിച്ച കർത്താവിനെ പോലെ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറയുകയാണ്. സഭയ്ക്ക് വേണ്ടി കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇന്നത്തെ സകല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം കർത്താവില്ലാത്ത ജീവിതമാണ് എന്ന്. കർത്താവില്ലാത്ത ജീവിതം. വിൻസെന്റ് പീൽ എന്ന ഫാമിലി കൗൺസിലർ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലെ ഒരു വാചകമാണ് 3 to get married. 3 പേര് വിവാഹം കഴിക്കണം. ഭാര്യയും ഭർത്താവും മാത്രമല്ല, അവരോടൊപ്പം കർത്താവും ആ വിവാഹ ബന്ധത്തിൽ ഉണ്ടാവണം. 3 to get married. അതുപോലെ വിവാഹ ശുശ്രൂഷയിലെ പ്രബോധനം വളരെ ശ്രദ്ധേയമാണ്. എന്താ? 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ പറയുന്നത്. 1, പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും. 2, ദൈവവചനം വായിക്കണം, അനുസരിക്കണം. 3, കൂട്ടായ്മ. കൂട്ടായ്മയുടെ ക്ലൈമാക്സ് ആയിട്ട് അവിടെ പറയുന്നത് വിശുദ്ധ സംസർഗമാണ്. 4, സാക്ഷ്യമുള്ളവരാകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ നമ്മുടെ കുടുംബജീവിതമൊക്കെ എത്ര ധന്യമായി തീരുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പര്യാലോചിക്കാം. സഭ എല്ലാ വർഷവും ഈ വിവാഹത്തെക്കുറിച്ചൊരു സബ്ജക്റ്റ് ഇടാറുണ്ട്. എല്ലാ വർഷവും. കഴിഞ്ഞ വർഷവും ഞാൻ ഓണർ ദ മാരിയേജ് എന്നതിനെക്കുറിച്ച് പ്രസംഗിച്ചതാണ്. അപ്പോൾ എല്ലാ വർഷവും എന്താ ഇതിൻ്റെ കാരണം കുടുംബജീവിതത്തിൽ പല കുടുംബജീവിതങ്ങളിലും അസ്വസ്ഥതകളുണ്ട്, അവിടെ സൗന്ദര്യപ്പിണക്കങ്ങളുണ്ട്. ചില കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു, ഡിവോഴ്സിൻ്റെ നമ്പർ കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് ഈ വിവാഹത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരമാണ് ഇങ്ങനെയുള്ള സന്ദർഭം എന്നത് നാം ഒരിക്കലും മറക്കരുത്. 65 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ, ഞാൻ ഇരുന്ന ഒരു സഭയിലെ സംഭവം. 2 മക്കളുണ്ട്. മകൻ സ്കൂളിൽ ജോലി ചെയ്യുന്നു, മകള് ഷാർജയിൽ ജോലി ചെയ്യുന്നു. ഇവര് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കത്തിലാണ് വർഷങ്ങളായി. പള്ളിയിൽ ഭർത്താവ് വളരെ ആക്റ്റീവുമാണ്, സജീവവുമാണ്. ഞാൻ പല പ്രാവശ്യം ഈ മനുഷ്യനുമായിട്ട് സംസാരിച്ചു. വേറെ ചില ആളുകളും ഈ മനുഷ്യനോട് സംസാരിക്കേണ്ടായി. നിങ്ങളെ പള്ളിയിൽ വളരെ ആക്റ്റീവാണ്, നല്ല കാര്യമാണ്, പക്ഷേ മാതൃക ഉണ്ടാവണം. നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കണം. ഞാൻ പറഞ്ഞു, ഞാനതിന് മുൻകൈ എടുക്കാം. ഒരു വിധത്തിൽ ആ മനുഷ്യൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ ആദ്യം ഭാര്യയോട് സംസാരിച്ചു, പിന്നീട് ഈ മനുഷ്യനുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവരെ 2 പേരെയും കൂടെ ഇരുത്തി എനിക്ക് തോന്നുന്നത് ഒരു 3 പ്രാവശ്യം ഒരുമിച്ച് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അവസാനം അവർ ഒരുമിച്ച് താമസിക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഒരു കല്യാണം നടത്തുന്നത് പോലെ വീണ്ടും അവരെ തമ്മിൽ കൈപിടിപ്പിച്ച് സ്നേഹിച്ച് മാനിച്ച് രോഗത്തിലും ദുഃഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ
ജീവിക്കാമെന്ന് സമ്മതിപ്പിച്ച് പ്രാർത്ഥിച്ചത് ഓർക്കും. ആ വ്യക്തി ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് അതാണ്, അച്ഛൻ എന്നെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നിട്ടുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഒരുമിച്ചിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. മനസ്സ് തുറന്ന് സംസാരിക്കണം. പരിഹരിക്കേണ്ടവ പരിഹരിക്കണം. പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രോബ്ലവും നമ്മുടെ ഇടയിലില്ല. നമ്മുടെ പിടിവാശി ഒന്ന് വിട്ടാൽ മതി. നമ്മുടെ ആ സെൽഫിഷ്നെസ് ഒന്ന് വിട്ടാൽ മതി. നമ്മുടെ അഹന്തയും അഹങ്കാരവും ഒന്ന് വിട്ടാൽ മതി. നമ്മുടെ കുടുംബശ്രേഷ്ഠതയൊന്ന് വിട്ടാൽ മതി. നമ്മുടെ കഴിവിൻ്റെ അഹന്തയൊന്ന് വിട്ടാൽ മതി. നമ്മുടെ പണത്തിൻ്റെ ഗർവൊന്ന് വിട്ടാൽ മതി. കുടുംബ പ്രശ്നമെല്ലാം മാറും. നമ്മൾ നേരെയാവണം, ശരിയാവണം. എനിക്ക് പറയാനുള്ളത്, യു കം ബാക്ക് ടു ദ ബൈബിൾ. ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി തീർക്കണം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഈ മക്കളെ വഴിപിഴച്ചു പോകുന്നു എങ്കിൽ അത് അവരുടെ കുറ്റം കൊണ്ടല്ല കേട്ടോ, അവരുടെ കുറ്റം കൊണ്ടല്ല, നമ്മുടെ കുറ്റമാണെന്ന് ഞാൻ പറയും. നിങ്ങളാരും കല്ലെറിയരുത് തന്നെ. അതാണ് വാസ്തവം. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ. സംശയമില്ലാത്ത സംഗതിയാണ്. നമ്മൾ എങ്ങനെ ആകുന്നുവോ അങ്ങനെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും. നമ്മൾ പള്ളിയിൽ പോകുന്നവരെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകും. നമ്മൾ ദാനം ചെയ്യുന്നവരെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദാനം ചെയ്യും. ഇല്ലെങ്കിൽ നോ ആയിരിക്കും റിസൾട്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായി ജീവിപ്പാൻ ഞാൻ മാതാപിതാക്കളെ ആഹ്വാനം ചെയ്യുകയാണ്. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ അവരുടെ വഴിക്ക് വിടണം. അവർ തന്നെ ജീവിക്കട്ടെ. അവർ കാര്യങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ചിലപ്പോൾ ചില നഷ്ടമൊക്കെ വരും, നമുക്കറിയാതെ. അത് വരട്ടെ, നമ്മൾ അതിനകത്ത് ഇടപെടരുത്. അവർ തന്നെ ജീവിതത്തെ ഫേസ് ചെയ്യണം. അതിനവരെ നമ്മൾ യോഗ്യരാക്കി തീർക്കണം. കാരണം ഇവിടെ ജനിച്ചു വീഴുന്ന അന്നു മുതൽ കയ്യെ പിടിച്ച് നമ്മൾ ബേബി സിറ്റിങ്ങിൽ കൊണ്ടുപോയാലും രാവിലെ കൊണ്ടുപോയി വൈകിട്ട് കൊണ്ടുവരുന്നു. 1-ാം ക്ലാസ്സിലായാലും അങ്ങനെ, 10-ാം ക്ലാസ്സിലായാലും അങ്ങനെ, ഇനി BA-ക്ക് പോയാലും ഡിഗ്രിക്കാണെങ്കിലും അല്ലെങ്കിൽ എൻജിനീയറിങ്ങിലാണെങ്കിലും അങ്ങനെ. നമ്മൾ കൈയുടെ പിടി വിടുന്നില്ല. അവർക്ക് ചിന്തിക്കാൻ പ്രായമാകുമ്പോൾ ആ കൈയുടെ പിടി വിടണം. സ്വയം ചിന്തിക്കട്ടെ, സ്വയം തീരുമാനിക്കട്ടെ. നമ്മുടെ ജോലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ ശാസിക്കുക, അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപദേശങ്ങൾ നൽകുക. ഇന്നത്തെ തലമുറ ഉപദേശം ഇഷ്ടപ്പെടുന്നവരല്ല. നിങ്ങളെ വീടുകളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പെൺമക്കളോട് നിങ്ങളൊന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ചൊരു സംഗതി പറഞ്ഞേ. ആൺമക്കളോടൊന്ന് പറഞ്ഞേ, അമ്മയുടെ ജോലി നോക്കാൻ പറയും. അങ്ങനെയല്ലേ പല വീടുകളിലും? പപ്പായുടെ ജോലി നോക്കിയാൽ മതി, ഞാൻ എൻ്റെ കാര്യം നോക്കാം എന്ന് പറയുന്ന എത്രയെത്ര വീടുകളും. ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നാം തീരുമാനിക്കണം. ഒരു നുറുങ്ങൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ്, 50ാമത് വിവാഹ വാർഷികം. അപ്പച്ചനും അമ്മച്ചിയും അറിഞ്ഞില്ല, പിള്ളേർ വെളിയിലായിരുന്നു. അവർ ഓടിയെത്തി. അവർ രാവിലെ 50ാമത് വാർഷികം കൊണ്ടാടുന്ന അന്ന് എല്ലാവരും രാവിലെ ഒരുപോലെ വീട്ടിൽ വരികയുണ്ടായി. അവരെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നു. ഉച്ചക്കലത്തെ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു, സ്നേഹിതരെ വിളിച്ചിരുന്നു, ബന്ധുക്കളെ വിളിച്ചിരുന്നു. അവരടിപൊളിയായിട്ട് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും 50ാമത് വാർഷികം, വിവാഹ വാർഷികം കെങ്കേമമായിട്ട് നടത്തി. അപ്പച്ചനും അമ്മച്ചിക്കും വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം അതിൽ സുന്ദരനും സുമുഖനുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വേദിയിൽ നിന്നുകൊണ്ട് ആ അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചു, അപ്പച്ച അമ്മച്ചി, നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരാൻ അതിൻ്റെ കാര്യം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സന്തോഷത്തിൽ, സൗമ്യതയിൽ, സമാധാനത്തിൽ നിങ്ങൾ ജീവിച്ചത്? 50 വർഷം നിങ്ങൾ പിന്നിടുകയാണ്. അപ്പോൾ അപ്പച്ചൻ അമ്മച്ചിയെ ഒന്ന് നോക്കി. അമ്മച്ചി കൈകൊണ്ട് കാണിച്ചു പറഞ്ഞോളാൻ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിച്ച ആദ്യത്തെ രാത്രിയിൽ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ സ്വഭാവത്തോട് ചേരുന്നതല്ല അവളുടെ സ്വഭാവം. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവവും എനിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ആ രീതിയിലാണ് നിങ്ങൾ ഇടപെട്ടത്. അപ്പോൾ അപ്പച്ചൻ തുടർന്നു, ഞങ്ങൾ രണ്ടുകൂടെ പ്ലാൻ ചെയ്തു. അമ്മച്ചി എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, പ്രശ്നം ഉണ്ടായാൽ, വാക്കുതർക്കം
വരുന്നു എന്ന് തോന്നിയാൽ അമ്മച്ചി ഉടനെ അടുക്കളയിൽ പോകണം, അപ്പച്ചൻ നടക്കാനും പോകണം. കഴിഞ്ഞ 50 വർഷമായി അമ്മച്ചി പറയാം, ഞാൻ അടുക്കളയിൽ കയറാതിരുന്നിട്ടില്ല. അപ്പച്ചൻ പറയാം, ഞാൻ എൻ്റെ നടപ്പും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിവാഹ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. തമ്മിൽ സ്നേഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു നല്ല ജീവിതമാണ് കുടുംബജീവിതം. അത് നഷ്ടപ്പെടുത്തി കളയരുത്. അത് ആസ്വദിക്കണം, അത് സന്തോഷിക്കണം. അതാണ് വാസ്തവത്തിൽ ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നിട്ടുള്ള റിവാർഡ് എന്നത് നാം മറക്കരുത്. അത് സന്തോഷിക്കാനുള്ളതാണ്, അത് ആനന്ദിക്കാനുള്ളതാണ്, അത് പരസ്പരം ജീവിതം പങ്കുവെക്കാനുള്ളതാണ്. അത് സന്തോഷത്തോടു കൂടെ ജീവിച്ച് സമാധാനത്തോടെ ദീർഘായുസ്സോടെ ഈ ലോകത്തിലായിരിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.